ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന പോസിറ്റീവ് സെന്റിമെന്റും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ മാർക്കറ്റ് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുന്നത് മൂലം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവ് ബയാസ് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ 24,900 മുകളിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസിംഗ് നൽകുകയും 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ മാർക്കറ്റ് മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഷോർട്ട് ടൈമിലേക്ക് പോസിറ്റീവായി നിലനിർത്തുന്നു. കൂടാതെ ഒട്ടുമിക്ക മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്കും മുകളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 25,000 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ആകാനുള്ള സാധ്യത കൂടുതലാണ്. 25,000 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ആയതിനു ശേഷം മാർക്കറ്റ് 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് 25,150, 25,250 തുടങ്ങിയ റേഞ്ചുകൾക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ലോവർ ഹൈ ലോവർ ലോ എന്ന ബിയറിഷ് പാറ്റേണിൽ നിന്നും ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,900, 24,850 തുടങ്ങിയ ലെവലുകളിലേക്കാണ് സപ്പോർട്ട് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻ്റലിജൻസ് എന്ന പേരിൽ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസിനെ ഇന്ന് ഫോക്കസ് ചെയ്യാം. രാജു എഞ്ചിനീയേഴ്സ് എന്ന കമ്പനിക്ക് വിവിധ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യ എന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്യാസ് കാരിയർ ശിവാലിക് എന്ന പേരുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ഗ്യാസ് കാരിയറിൻ്റെ ഫിസിക്കൽ ഡെലിവറി നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. പ്രീമിയർ എക്സ്പ്ലോസീവ്സ് എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും 7.83 കോടി രൂപയുടെ എക്സ്പ്ലോസീവ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ടോറൻറ്റ് ഫാർമ എന്ന കമ്പനി ടോറൻറ്റ് ഊർജയുടെ 26% സ്റ്റേക്കുകൾ 75 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തേക്കും. റോളക്സ് റിംഗ് എന്ന കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഒക്ടോബർ 4 ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 69 കോടി രൂപയുടെ ഹൈവേ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ശ്യാം മെറ്റാലിക്സ് എന്ന കമ്പനി ക്രാഷ് ബാരിയർ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി 50 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കമ്പനി 60,000 മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള ഒരു പ്ലാന്റ് സംബാൽപൂരിൽ സ്ഥാപിച്ചേക്കും. അസ്ട്രലിൻ്റെ സബ്സിഡറി കമ്പനിയായ അസ്ട്രൽ കോട്ടിങ്സിൽ 75 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. RVNL എന്ന കമ്പനിക്ക് വെസ്റ്റേൺ സെൻട്രൽ റെയിൽവേയിൽ നിന്നും 169 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സ്കോട്ട് കണക്റ്റഡ് ട്രാക്ഷൻ സബ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് RVNLന് 169 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. ഏഷ്യർ മോട്ടോർ എന്ന ഓട്ടോമൊബൈൽ സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. CNG, LNG, ട്രക്സ്, ബസ് എന്നിവയ്ക്ക് മുകളിലുള്ള GST 28% നിന്നും 18% കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ കമ്പനി വിലക്കുറവ് ഏർപ്പെടുത്തിയേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഐഷർ മോട്ടോർ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്നത്. P-75 സബ്മറൈൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നേവിയുമായി നെഗോഷ്യൻസ് നടത്തുന്നതുകൊണ്ട് മസഗോൺ-ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിലും പോസിറ്റീവ് ന്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് വേദാന്ത ലേണിംഗ് സൊല്യൂഷനാണ്. വേദാന്ത എക്സൽ ലേണിംഗ് സൊല്യൂഷൻസിൻ്റെ 24% സ്റ്റേക്കുകൾ വേദാന്ത ലേണിംഗ് സൊല്യൂഷൻ അക്വയർ ചെയ്തിട്ടുണ്ട്. അദാനി പോർട്ട് ഡിപ്പെൻഡ് ഏഷ്യ ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ 37 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദീപക് ഫെർട്ടിലൈസർ ആൻഡ് പെട്രോ കെമിക്കൽ കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. മുരളി സോളാർ എനർജിയുടെ 26% സ്റ്റേക്കുകൾ കമ്പനി അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദീപക് ഫെർട്ടിലൈസർ ആൻഡ് പെട്രോ കെമിക്കൽ കോർപ്പ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്